ഭാഗ്യവാരോ. മകരരാശി. ഉത്രാട ഒടുവിൽ 45 നാഴികയും തിരുവോണവും അവിട്ടം ആദ്യ പകുതി 30 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമടങ്ങുന്ന ആണ് മകരരാശി. മകരരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ടും പഠന സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാവുന്ന ഒരു വിഷുവൽ പുണ്യകാലമാണ്. പക്ഷേ ചില പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് കാണുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ അല്ലെങ്കിൽ കുടുംബജനങ്ങളുടെ അസ്വാസ്ഥ്യങ്ങളോ മൂലം പഠനത്തെ കുറച്ചൊന്ന് പുറകോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും, ഏറ്റവും ഉയർന്ന നിലയിൽ മാർക്ക് വാങ്ങിയിരുന്നവർ ഒരു 2ാം ഘട്ടം 3ാം സ്ഥാനത്തേക്കൊക്കെ ഒന്ന് മാറി വരുന്ന സാഹചര്യവും, പഠിക്കുന്നത് കുറേയൊക്കെ ബൈഹാർട്ടാവാതെ വരിക, കോൺസെൻട്രേഷൻ കുറയുക, മെമ്മറി പവർ കുറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില ദോഷങ്ങളിലേക്ക് വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായ ചില സാഹചര്യങ്ങൾ വരും. പക്ഷേ വരുന്ന ജോലി സ്ഥലത്ത് ജോലി പ്രവേശിക്കുന്ന ഉടനെ തന്നെ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായ കമ്പനിക്ക് നഷ്ടം വരികയോ, അല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയുടെ അവസരങ്ങൾ വന്ന് നിലവിൽ കിട്ടിയിരിക്കുന്ന ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടതായ അവസരങ്ങൾ വരുമോ, ഒരു എന്തിനെ പോകും എന്നുള്ളൊരു വൈക്ലഭ്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് മകരരാശിപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ളത്. കാരണം ഒരു ജോലിയിലും പൂർണ്ണമായി ഇരിക്കാനുള്ള ഒരവസരം കിട്ടുന്നതല്ല. ഒരു ജോലിയിലും ഉറച്ചിരിക്കാം എന്ന് പ്രതീക്ഷിക്കേണ്ട. അവിടെയെല്ലാം തടസ്സങ്ങളോ ശത്രുക്കളോ മറ്റേതെങ്കിലും അനിഷ്ടങ്ങളോ വന്ന് അവയ്ക്ക് ഇളക്കം സംഭവിക്കാനുള്ള സാധ്യത ഈ വിഷു മുതൽ അടുത്ത 2026 വിഷുവൽ പുണ്യകാലം വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ തടസ്സങ്ങൾ, ശത്രുക്കൾ, ദുരിതങ്ങൾ, അപ്രതീക്ഷിതമായ പ്രയാസങ്ങൾ മൂലം തൊഴിൽ മേഖലയിലെ അസ്ഥിരതയുണ്ടാവാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്കൊക്കെ പോയി ജോലിക്ക് പരിശ്രമിക്കുന്നവരും വളരെയധികം ശ്രദ്ധിച്ചും ഉത്സാഹിച്ചും നിരീക്ഷിച്ചും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിനെ സേവിച്ചും അധികാരികളെ സേവിച്ചും ആരെയും വിഷമിപ്പിക്കാതെയും ഭാഷ, പ്രവർത്തനം, ശമ്പളം, പ്രവൃത്തി ഇത്യാദി കാര്യങ്ങളിൽ വളരെയധികം കൂലങ്കഷമായി ശ്രദ്ധിച്ചു വേണം ഈ ഒരു വർഷം മുന്നോട്ട് പോകാൻ. അവിവേക സംഭാഷണം, അവിവേക പ്രവർത്തനം, അവിവേകം കൊണ്ടുള്ള അതുപോലെ അസന്മാർഗികം ഇത്യാദികളൊക്കെ വന്ന് പിടികൂടാനുള്ള സാഹചര്യം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ശത്രുതകൾ കൂടാനോ അധികാരികൾ പിണങ്ങാനോ ട്രാൻസ്ഫർ ഉണ്ടാകാനോ ഏതെങ്കിലും തരത്തിലുള്ള ശത്രു യൂണിയൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ദോഷപ്രവർത്തനങ്ങളെ അല്പം കണ്ടെത്തി അവയെ പെരുപ്പിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ശത്രുപക്ഷത്തേക്ക് തള്ളി നീക്കുവാനും പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ, ഡിസ്മിസ് മുതലായതൊക്കെ വരാനും, അതുപോലെ അനീതിക്ക് കൂട്ടുനിന്നു അനീതി ചെയ്തു എന്നുള്ള കണ്ടെത്തലുകൾ പഴയ കാലത്തെ സത്യമെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ അത് പ്രതികൂലമായി വരികയോ, പഴയ കാലത്ത് നിന്ന് രക്ഷപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ഇപ്പോൾ പ്രതികൂലമായി പിടികൂടപ്പെടുകയോ ചെയ്യുന്നതാണ്. കേസ് വഴക്കുകളിൽ നിൽക്കുന്നവർക്ക് പരാജയം സംഭവിക്കാം. കുടുംബസ്ഥർക്ക് സന്താനങ്ങൾ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളോ അവരുടെ കുടുംബ കാര്യങ്ങളെ സംബന്ധിച്ച് വിലപിക്കേണ്ടതായ രംഗം കുടുംബസ്ഥർക്ക് ഈ രാശിപ്പെട്ടവർക്ക് കാണുന്നു. രോഗികൾക്ക് രോഗവർദ്ധനവ് ഉണ്ടാവാം. കേസ് വഴക്കുകളിൽ പരാജയം സംഭവിക്കാം. അതുപോലെ തന്നെ മകംപൂരപുത്രം നക്ഷത്രം എന്ന ദിവസങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ, എഗ്രിമെൻറ്റുകൾ, സാഹസിക യാത്ര, ദീർഘയാത്ര, കഠിന പ്രവർത്തനം, അതുപോലെ തന്നെ വാക്കേറ്റം എന്നിവ വളരെ ശ്രദ്ധിക്കണം. എല്ലാവരുമായി സന്തുഷ്ടമായി നിൽക്കാനുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവണം. പ്രവർത്തനങ്ങൾ അസമയങ്ങളിൽ ഉണ്ടാവരുത്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളാണ്. അനിഴം തൃക്കേട്ട നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മനസ്സിന് സന്തോഷം, ഈശ്വരാനുഗ്രഹം, കർമ്മപുഷ്ടി, ഗ്രഹസൗഖ്യം, മനസമാധാനത്തോടെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ധനം വരവ്, കൊടുക്കൽ വാങ്ങലുകളിൽ ലാഭം, നല്ല ജനങ്ങളുമായി സംഭാഷണം ചെയ്യുവാനും വരുമാന ഉറവിടം പുതുതുണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഈ രാശിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ
തൻ്റെ അനുയായികളെ പിണക്കാതിരിക്കാനും കൂറുമാകാതിരിക്കാനും ശ്രദ്ധിക്കണം. വളരെയധികം ഭാവിയിൽ ദോഷം ചെയ്തേക്കാവുന്ന സാഹചര്യങ്ങളാണ്. അതുപോലെ ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ അനുകൂലവും പ്രതികൂലവുമായ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അവിവാഹിതർക്ക് അല്പം കൂടെ കാലതാമസം വിവാഹത്തിന് വരും. അതുപോലെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സമോ ചെല്ലുന്നിടത്ത് ചെന്ന് കഴിഞ്ഞുന്ന ഉദ്ദേശിച്ച ശമ്പളമോ സ്കെയിലോ പേയോ തൊഴിൽ മേഖലയോ ആയിരിക്കണമെന്നില്ല. ഭാഷ, ക്ലൈമറ്റ് പ്രശ്നങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇത്യാദികൾ ഉള്ളവർ. കലാരംഗത്ത് നിൽക്കുന്നവർ കൂടുതലായി ഉത്സാഹിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് കാട്ടുകയും അതിനുള്ള അവസരങ്ങൾ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം മുതലായ വഴിപാടുകൾ, പുഷ്പാർച്ചനകൾ, പുരുഷ സൂക്തം, നോയമ്പുകൾ, ഈ വക കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുക. ക്ലേശഫലങ്ങൾ കൂടുതലായി കാണുന്നു. കുടുംബസ്ഥർക്ക് സന്താനങ്ങളെ സംബന്ധിച്ചുള്ള പ്രയാസം, വിദ്യാർത്ഥികൾക്ക് പഠിച്ചത് മനസ്സിലിരിക്കുന്നില്ല, ഉദ്യോഗാർത്ഥികൾ സ്ഥിരത പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല, സർവീസിലിരിക്കുന്നവർക്ക് ആവലാതി, വേവലാതി, കൂടുതൽ ഉത്തരവാദിത്വം, എത്ര ആത്മാർത്ഥത കാട്ടിയാലും പ്രയോജനകരമല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ മനസ്സിന് ഏതൊക്കെയോ തരത്തിലുള്ള അബദ്ധധാരണകൾ, വിഷാദം, ഈ വക മേഖലകൾ കാണുന്നതിനാൽ വ്യാഴപ്രീതി, വ്യാഴാഴ്ച കാരുണ്യ പ്രവർത്തനങ്ങൾ, സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രം, മരുന്ന് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്ത് വ്യാഴാഴ്ച ദിവസം ഈശ്വരാനുഗ്രഹം കൂടുതലായി തേടണം. എല്ലാവിധ വിഷുദിന ആശംസകളും ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ, ദോഷകാഠിന്യങ്ങളുമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ